നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണാൻ പോണേ ഞങ്ങൾ പഠിച്ചതെന്ന് പറയില്ല, ഞാനും ചേച്ചി അനിയനും ഞങ്ങളെല്ലാവരും പഠിച്ച ഞങ്ങളുടെ ഗവൺമെൻറ് GLP സ്കൂളുണ്ട്. ഞങ്ങളുടെ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ 1 മുതൽ 4 വരെ ഞങ്ങൾ പഠിച്ച് ഞങ്ങളുടെ പൂളപ്പാടം ഗവൺമെൻറ് LP സ്കൂളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ 2 ക്ലാസ് റൂം കോൺക്രീറ്റും ഒരു ഓഫീസ് റൂം കോൺക്രീറ്റിൻ്റെ, അങ്ങനെ 2 കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ബാക്കിയെല്ലാം ഓടിട്ട ബിൽഡിങ്ങുകളുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കാഴ്ച, ആ സ്കൂള് ആണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ ആ സ്കൂളൊക്കെ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു, വലിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ പോയി നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും റിട്ടയർഡായി. ഓരോ ടീച്ചർമാരൊക്കെ സ്ഥലം മാറിപ്പോയി. 1-2 ടീച്ചേഴ്സ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ അവിടെ. അപ്പോൾ ആ സ്കൂളും അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണുക എന്നാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നേരെ പൂളപ്പാടത്തേക്ക് പോകാം. കൂവക്കോലിലായിരുന്നു ഞങ്ങളുടെ വീട്. കൂവക്കോലിൽ നിന്ന് പൂളപ്പാടത്തേക്ക് നടന്നു വന്നായിരുന്നു നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നേരെ നമുക്കപ്പം പൂളപ്പാടം ഗവൺമെൻറ് സ്കൂളിലേക്ക് പോവാം. നേരത്തെ വിട്ടുണ്ടാവോ? 4:30 അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛനും കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൂളപ്പാടം എന്നാണ് പറയുക. ഈ സ്ഥലത്തിന് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആട്ടോ. നമ്മുടെ പഴയ വീട് കാണിച്ചു തരാം ഗ്യാപ്പിലൊന്ന്. ഇവിടെ ഏതൊക്കെ സ്ഥലം നമ്മുടേതായിരുന്നില്ലേ? ഇവിടെ നിന്ന് താഴെ മേലുള്ള സ്ഥലമൊക്കെ ഞങ്ങളുടേതായിരുന്നു കേട്ടോ. ഇവിടുന്നാണ് പിന്നെ ആ മലയുടെ മുകളിലേക്ക് കയറിയത്. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ വാർപ്പിൻ്റെ വീട് കണ്ടോ? പുഴയുടെ അക്കരയിൽ കണ്ട ഈ വീട്, പുഴയുടെ അക്കരയിൽ ആദ്യമായിട്ട് വാർപ്പിൻ്റെ വീട് നിർമ്മിച്ചത് നമ്മളായിരുന്നു. ഇവിടുന്നാണ് പിന്നെ ഈ താഴെ മേലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടേതായിരുന്നു. ഇവിടെയൊക്കെ വയലായിരുന്നു കേട്ടോ പണ്ട്, നെൽകൃഷിയൊക്കെ ആയിരുന്നു. അതെ, ഇതൊക്കെ അച്ഛമ്മേൻ്റെ ഒക്കെ ഫ്രണ്ട്സിൻ്റെ വീടെന്ന് തന്നെ പറയാം. സെയ്തുലുക്കാക്കൻ്റെ ഒക്കെ തറവാട് ഒക്കെയാണ് ഇത്, ഈ ഒരു വീടെന്ന് പറയുന്നത്. ഇതൊക്കെ ഇവർക്കൊക്കെ ഒരുപാട് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് സൗഹൃദമുള്ള കേട്ടോ. എപ്പോഴും ഞങ്ങൾ മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിന് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും നമ്മുടെ സ്വന്തക്കാരെ പോലെയാണ്. അവിടെ മുസ്ലിംസ് എന്നോ ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദുക്കളെന്നൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ഒരു വീട് പോലെ കഴിയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഗവൺമെൻറ് LP സ്കൂളിലേക്ക് തിരിയാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ വരുന്നത് ഈ വഴിയായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഞങ്ങൾ ആ പാടമൊക്കെ കയറി ഇങ്ങനെ വരിക കേട്ടോ. ഇത് സ്കൂളിലേക്കുള്ള മെയിൻ വഴി. ഇപ്പോൾ ബസ്സുണ്ട്, സ്കൂൾ ബസ്സുണ്ട്, എല്ലാ കുട്ടികളെയും കൊണ്ടുവരാനും പോകാനാണ്. നമ്മളൊക്കെ അന്ന് നടക്കുകയാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ ഉള്ളെങ്കിലും കുട്ടികൾക്ക് സ്കൂൾ ബസ് ഉണ്ട്. അങ്ങനെയാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരിക. പണ്ട് ഇവിടെ ഒരു കിണറുണ്ട്, പഞ്ചായത്ത് കിണർ കണ്ടോ. ഈ പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം തൊട്ടിയിൽ കോരിക്കൊണ്ട് ഞങ്ങളൊക്കെ പോകുമായിരുന്നു കഞ്ഞി വെക്കാൻ വേണ്ടി. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നമ്മുടെ കണ്ടോ. ഇപ്പം നല്ല കവാടമൊക്കെ ആയിട്ട് ഭയങ്കര മതിലൊക്കെ വന്ന്, ഇവിടെ മതിലൊന്നും ഉണ്ടാകും, ചെരിഞ്ഞിങ്ങനെ കിടക്കരുത് പണ്ട്. ഞങ്ങളിങ്ങനെ മണ്ണിൽ നിറങ്ങി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ വലിയ മതിലൊക്കെ കെട്ടി ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തു ഉണ്ടോ. ഗവൺമെൻറ് LP സ്കൂൾ GLPS പൂളപ്പാടം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്കൂള്. ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ പഴയൊരു ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. പക്ഷേ പിന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നല്ലേ. നമ്മുടെ സ്കൂള് വിട്ടു. നമസ്കാരം. കുറച്ചായി. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് LP സ്കൂളിൽ എത്തി. ഇവിടെ നമ്മുടെ ഹെഡ്മാഷായിട്ടുള്ളപ്പോൾ സജി സാറാണ്. സജി സാറിന് വേറെ പ്രത്യേകതയുണ്ട്. സുമീനെ മാത്സ് പഠിപ്പിച്ച സാറായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് അറിഞ്ഞത് ഞാനും ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം എല്ലാവരും ആദ്യം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിലേക്കായിരുന്നു കുട്ടികളെ വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും മാറി ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു സമയമാണ്. ഇപ്പോൾ സ്കൂളുകൾക്ക് അത്രമാത്രം പുരോഗതി പ്രാപിച്ചു. അപ്പം അതിനെക്കുറിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് സ്കൂളുകളിൽ വന്നതെന്നുള്ള 2 വാക്ക് സാറിന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓലക്കെട്ടിടങ്ങളും ഓലമേഞ്ഞ കെട്ടിടങ്ങളും മൺതറകളോട് കൂടിയ ക്ലാസ് റൂമുകളും
അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു ഗവൺമെൻറ് സ്കൂളുകളിലുള്ളത്. അന്ന് പ്രൈവറ്റ് സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകളോടുകൂടി എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ കവച്ച് വയ്ക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്ലാസ് മുറികളിലും സ്മാർട്ട് റൂമുകൾ, ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, എല്ലാ സംവിധാനങ്ങളും, ഇൻ്റർനെറ്റ് കണക്ഷൻ അടക്കം നമുക്ക് സ്കൂളുകളിൽ ലഭ്യമാണ്. കുട്ടികൾക്ക് എല്ലാ തരത്തിലും പഠന സൗകര്യങ്ങൾ, എല്ലാത്തിനും ടീച്ചേഴ്സ്, സ്പെഷ്യൽ ടീച്ചേഴ്സ്, അത്തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ ഉണ്ട്. കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം കിട്ടുന്നു, യൂണിഫോം കിട്ടുന്നു, പാഠപുസ്തകങ്ങൾ കിട്ടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എന്താണോ കുട്ടിക്ക് ആവശ്യമുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഈ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നു. അതുകൊണ്ട് കുട്ടികളും പേരൻസും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് സാധാരണ പൊതുവിദ്യാലയങ്ങളാണ്. അതെ, ഒരു കുറച്ചുകൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ടെന്നാണ്. അതെ, അതല്ലേ, എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി, കുട്ടികളുമായി, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുമായി നേരിട്ട് ഇടപെടാനും അത് മനസ്സിലാക്കുവാനും കുട്ടിക്ക് സാധിക്കുന്ന സത്യത്തിൽ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ. തീർച്ചയായിട്ടും. അത് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ എപ്പോഴും എല്ലാവരും ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായി വന്നതെന്ന്. ശരിക്കും ഞങ്ങൾ പഠിച്ചു വന്ന സാഹചര്യങ്ങളും വിദ്യാലയങ്ങളും അധ്യാപകരുമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചത്. എപ്പോഴും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്കൂൾ നിർമ്മിച്ച സമയത്തുമൊക്കെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയി വന്നത് എന്നുള്ളത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ് ശരിക്കും. നമുക്ക് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ. ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ ചെറിയ ചെരുവൊക്കെ ആയിരുന്നു, മണ്ണിൽ ഇങ്ങനെ നിറങ്ങി കളിച്ച കാര്യമൊക്കെ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പം ഒരു ഹൈടെക് സ്കൂളിൻ്റെ ലെവലിലേക്ക് ഒരുപാട് സൗകര്യങ്ങൾ, നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറും അങ്ങനെയുള്ള ഒരു സെറ്റപ്പുകൾ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഗവൺമെൻറ് സ്കൂൾ. ഇപ്പോൾ പലർക്കും ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോഴും ചിലരും ഈ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് സ്കൂളുകൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളെ അടുത്തറിയുന്ന ആളുകളെ സംബന്ധിച്ചോളം എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലേക്ക് നമ്മുടെ എന്ത് ആവശ്യങ്ങൾ നമ്മൾ ഈ പഞ്ചായത്തുകളോടും മറ്റും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ അവർ പരിഹരിച്ചു തരുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ സപ്പോർട്ടും നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതാണ് ഇത്രയും പെട്ടെന്ന് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഭയങ്കര ഒരു മാറ്റം ഗവൺമെൻറ് സ്കൂളിൽ വന്നിട്ടുണ്ട്. അതെ, ഹൈടെക് ലെവലിലേക്ക് ക്ലാസ് റൂമുകൾ. ഞാൻ ആഫ്രിക്കയിൽ സ്കൂളുകളിലെ ടീച്ചേഴ്സിനോട് പറയായിരുന്നു, അവർക്കൊക്കെ അവിശ്വസനീയമാണ് ശരിക്കും പറഞ്ഞാൽ. സ്കൂളുകളിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷന്, ലാപ്ടോപ്പ്, പ്രൊജക്ടർ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടിക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്താണ് ലോകത്തിൽ. ഞങ്ങളൊക്കെ സർവീസ് കയറിയ കാലത്തും ഇതൊക്കെ നമുക്കൊരു വലിയ സ്വപ്നമായിരുന്നു. അന്ന് നമ്മൾ സ്വപ്നം കണ്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇപ്പോൾ പ്രായോഗികമായി ശരിക്കും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. സാറിൻ്റെ ആ ഒരു സർവീസ് കാലഘട്ടത്തിൽ, അതാണ് ചുരുങ്ങിയൊരു കാലഘട്ടത്തിനുള്ളിൽ, ഇപ്പം എനിക്ക് 33 വയസ്സായി. എൻ്റെ ഈ 33 വയസ്സിൻ്റെ കാലഘട്ടത്തിൽ പറയുന്ന ഓല മേഞ്ഞ ഒരു സ്കൂളിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഹൈടെക് ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. അതെ, ഭയങ്കര വലിയ മാറ്റമാണ് ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ പൂളപ്പാടനൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഉള്ളിലേക്കുള്ളൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ സ്കൂൾ ഇത്രയും ഡെവലപ്പ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സിറ്റികളിലേക്ക് പോകാതെ ഗ്രാമങ്ങൾ കാണിക്കാൻ കാരണം ഗവൺമെൻറ് സ്കൂളുകൾ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ അത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കാൻ. നമ്മുടെ ഇവിടെ ഈ പാതാറ്, കവളപ്പാറ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു മേഖലയാണ്. അതെ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു. ഇത് പലപ്പോഴും ക്യാമ്പായിട്ട് മാറുന്നു. എല്ലാ വർഷവും നമ്മുടെ ഈ വിദ്യാലയം ഒരു ക്യാമ്പായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് അവർ തരുന്നുണ്ട് അല്ലേ. അതൊക്കെയാണ് ഇവിടുത്തെ സ്കൂൾ. നമുക്കൊരു ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ക്ലാസ് റൂമിനുള്ളിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കാണാം. സാറിനൊപ്പം തന്നെ നമുക്ക് കാണാം. നമുക്കത് ക്ലാസ് റൂം തന്നെ കാണാം. ഇപ്പൊ ഈ ഇതിന്റെ ബിൽഡിങ്ങിന്റെ വയറിങ്ങിന് തന്നെ നമുക്കിപ്പോ ഒരു 7 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ചെയ്തതാണ്. ആണല്ലേ. 3 ഫേസ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ആക്കി എല്ലാ ക്ലാസ്സിലും ലൈറ്റ്, ഫാന്, എല്ലാ സൗകര്യങ്ങളുമായിട്ടുണ്ട്. കുട്ടികൾ പുറത്താണ്. ഇത് ഇവിടുത്തെ ക്ലാസ് റൂമിലെത്തിയതാ പ്രൊജക്ടർ. ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ടീച്ചേഴ്സിന് അപ്പം തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് നേരിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറ്റുക എല്ലാ. അതായത് നമ്മൾ പണ്ട് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഹൈടെക് സ്കൂളുകളിൽ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ മുഴുവൻ ഇപ്പോൾ നമുക്കിന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും മനോഹരമായ ക്ലാസ് റൂമുകൾ, ഫാൻ, കുട്ടികൾക്ക് ചൂടില്ല, ഫാന്, എല്ലാ സൗകര്യവും ഇന്ന് സ്കൂളുകളിലുണ്ട്.
ഇതാ അടുത്ത റൂമിലേക്ക് വരൂ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കോളേജ് ട്രിപ്പിനിടയിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ കണ്ടിരുന്നു. ആ ഇൻ്റർനാഷണൽ സ്കൂളിനുള്ളിൽ ചെന്നപ്പോൾ കണ്ട സെയിം ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ക്ലാസ് റൂമിലുള്ളത്. ശരിക്കും ഞങ്ങളൊരു കഴിഞ്ഞ ദിവസം മാളയിൽ പോയ സമയത്ത് അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഒന്ന് സ്കൂൾ കാണാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി കണ്ടു. ആ സമയത്ത് ആ സ്കൂളിലെ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ കണ്ട ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ. ഇത് എത്ര ക്ലാസ്? ഇത് 4ാം ക്ലാസ്. 4ാം ക്ലാസ് അല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് മുറിയാണ്. ഒരു പഠിക്കുന്ന ക്ലാസ് റൂം കാണണം നമ്മൾ. ഇത് ചുമരുകളും ചിത്രങ്ങളും ഫാനും ഒരു ഹൈടെക് ക്ലാസ് റൂമിൻ്റെ അതേ ഹൈടെക് ക്ലാസ് റൂമിൻ്റെ അതേ അല്ല ഹൈടെക് ക്ലാസ് റൂമാണ്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ് റൂം ഇത് ശരിക്കും പറഞ്ഞാൽ മരത്തിൻ്റെ പട്ടികയൊക്കെ അടിച്ചിട്ടുള്ള ക്ലാസ് റൂമായിരുന്നു. ഇപ്പുറത്ത് കാണുന്നതായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഓഫീസ് റൂം എന്നുള്ളത്. അപ്പോൾ അത് ക്ലാസ് റൂമായിട്ടുണ്ട്. അത് ക്ലാസ് റൂമായി. ഇവിടെ പുതിയ ബിൽഡിംഗ് വന്നു, 2 നില ബിൽഡിംഗ് ഇവിടെ വന്നു. ക്ലാസ്സുകളും സ്കൂൾ മുറ്റങ്ങളൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് അവിടെ കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ കുട്ടികൾക്കുണ്ട്. അടുത്ത് കുട്ടികളുടെ ഒരു കൃഷിത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ എന്തെല്ലാം അങ്ങനെ. അപ്പോൾ മലാവിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സബ്ജക്റ്റാണ്. അഗ്രികൾച്ചർ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് കുട്ടികൾക്ക്. അവരെ ചെറിയ തൂമ്പയും ഇതൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച വരും. അവരെ കൃഷി അതിൽ ഒരു പഠിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൃഷി, ഇത് കുട്ടികൾ തന്നെ ചെയ്യുന്ന കൃഷിയാണ്. കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പേരൻസും സഹായിക്കും. നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തൊരു ചെറിയ കൃഷിത്തോട്ടം, പച്ചക്കറികൾ വളരുന്നതും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാവുക, എങ്ങനെ കൃഷി ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുക. അങ്ങനെ എല്ലാ തലത്തിലും ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പഴയ ക്ലാസ് റൂം. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച എൻ്റെ ക്ലാസ് റൂമാണിത്. ഇതന്ന് ഓഫീസ് റൂമായിരുന്നു. ഇപ്പുറത്ത് ഇത് ഒരു ക്ലാസ് റൂമുമായിരുന്നു. ഇവിടെ HMൻ്റെ ഓഫീസായിരുന്നു. ഇത് സാധാ ഒരു റൂം. എത്രാം ക്ലാസ്? 3ാം ക്ലാസ്. ഇത് 3ാം ക്ലാസ് കേട്ടോ. 3ാം ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഉണ്ട്, ടീച്ചറുണ്ട്. ഇവിടെ ഉണ്ട് പ്രൊജക്ടറും കാര്യങ്ങളുണ്ട്. എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. ലാപ്പ്. അപ്പോൾ ഇത് ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബാണ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പഠിക്കാനും അവരുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കണേ. ഇതിപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, ഉഷ ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരിൽ ഒരാൾ ടീച്ചറാണ്. പിന്നെ ഹരിദാസൻ സാറുണ്ട് അല്ലേ? ഹരിദാസൻ സാറുണ്ട്. ബാക്കി തോമസ് മാഷ്, ജോണി മാഷ്, കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും റിട്ടയർഡായി, സ്ഥലം മാറിയൊക്കെ പലരും പോയില്ലേ. അപ്പോൾ ടീച്ചറെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ടീച്ചറുടെ അടുത്തൊക്കെ വന്ന് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഒരുപാട് മാറിയത് വരെ അന്നത്തെക്കാളും ഒരുപാട് മാറ്റം സ്കൂളിലുണ്ടായി. അതെ. അപ്പോൾ ടീച്ചറും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ടീച്ചറുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ആ മാറ്റം എടുത്തു പറയാൻ കഴിയും. കാരണം ചെറിയൊരു സ്കൂളിൽ നിന്ന് ഒരു ഹൈടെക് സ്കൂളിൻ്റെ ലെവലിലേക്ക് ഈ ഒരു സ്കൂൾ മാറി എന്നുള്ളതാണ്. അതിനകത്തൊക്കെ ഒരുപാട് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ടീച്ചറും ഇവിടുത്തെ അധ്യാപകരൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ മികവ് എന്ന് പറയുന്നത് ശരിക്കും സ്കൂളിലെ അധ്യാപകരാണ്. അപ്പോൾ ആ ഒരു മികവ് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ക്ലാസ്സിലും സ്പീക്കറാണ്. ഇപ്പോൾ ഇവിടെയാണ് ഇതൊരു കമ്പ്യൂട്ടർ ലാബാണ് നമ്മൾ. ഇവിടെ തന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ക്ലാസ് റൂമുകളിലേക്കും സ്പീക്കർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അനൗൺസ്മെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടുന്ന് അനൗൺസ് ചെയ്താൽ കേൾക്കും. പണ്ടൊക്കെ തന്നെ അസംബ്ലി വിളിക്കും പെട്ടെന്ന്. ഇപ്പോൾ ആ ഒരു സിസ്റ്റമൊക്കെ മാറി. ഞാൻ പറഞ്ഞല്ലോ ഹൈടെക് ലെവലിലേക്ക് സ്കൂൾ മാറിയപ്പോൾ എല്ലാ തലത്തിലും മാറി എന്നുള്ളതാണ്. പ്രൊജക്ടറുകളുണ്ട്, അതുപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമിലും സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അതും വലിയ മാറ്റം തന്നെയാണ് കേട്ടോ. ഇത്
ഒരൊന്നാം ക്ലാസ്. ഇത് 1ാം ക്ലാസ് ആട്ടെ. മോർണിംഗ്. 1ാം ക്ലാസ്സിനടക്കം പ്രൊജക്ടറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ടീച്ചേഴ്സിന് ട്രെയിനിങ്, ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 ദിവസമായിട്ട് അവർക്ക് ലീവ് കൊടുത്തേക്കുക. ആ ഇത് പിന്നെ ആ കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു മാർബിളൊക്കെ ഇട്ടു. ഒരു സ്കൂൾ ബസ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് നടന്നു വരുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ ബസ് സൗകര്യമുണ്ട്. ഇതാണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ. ഞങ്ങൾ പണ്ട് മണ്ണിൽ കളിച്ചു, ഇന്ന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കണ്ടോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി മികച്ച വിദ്യാർത്ഥികളെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പുറത്തേക്ക് വരുന്നുള്ളതാണ് കേട്ടോ. അതൊരു നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിൻ്റെ എല്ലാം ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പിറകിൽ പണ്ട് കഞ്ഞിപ്പരുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിപ്പര ഇപ്പോഴുണ്ട്. പണ്ട് ഇപ്പം കഞ്ഞിയല്ല, ചോറൊക്കെ ഇപ്പം ചോറൊക്കെയാണ്. പണ്ട് കഞ്ഞീൻ്റെ സമയമാകുമ്പോഴത്തേക്കും കഞ്ഞിക്കാരെന്ന് പറഞ്ഞ് കുറച്ചാൽ ഓടുമായിരുന്നു ഞങ്ങളൊക്കെ. മറ്റേ കഞ്ഞിയും പരക്കെ എടുത്തോണ്ട് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം സദ്യയാണ് തന്നെ പറയാം. സദ്യയാണ്. ഇടയ്ക്ക് മാസത്തിൽ ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് കൊടുക്കും. മന്തിയും ചിക്കനും, അങ്ങനെ പിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. പഴംപൊരി അല്ലെങ്കിൽ ഉണ്ണിയപ്പം, അങ്ങനെയുള്ള സ്നാക്സും കുട്ടികൾ കൊടുക്കാറുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ പാൽ കൊടുക്കുന്നുണ്ട്. ഈ പാൽ കൊടുക്കുന്നത് എല്ലാം ഹോർലിക്സ് ഓർ ബൂസ്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ കൊടുക്കാറേ ഇല്ല. പിന്നെ ആഴ്ചയിൽ സർക്കാർ പറയുന്ന പോലെ നമ്മൾ മുട്ടയും കാര്യങ്ങളും, ആഴ്ചയിൽ ഒരു മുട്ട, അങ്ങനെ. പിന്നെ ആഘോഷങ്ങളെല്ലാം ക്രിസ്മസ് ആയാലും ഓണം ആയാലും പെരുന്നാളായാലും ഇതെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പായസം അതുപോലുള്ള സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അല്ലേ, ഒരു സ്കൂളിൽ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലെ കഥയല്ല പറഞ്ഞത്, ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് കിട്ടുന്ന സൗകര്യങ്ങളാണിത്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് നിങ്ങൾ കുട്ടികളെ വിടുമ്പോൾ ചിന്തിക്കുക, ഒരു മികച്ചൊരു പൗരനെ വാർത്തെടുക്കാൻ ഗവൺമെൻറ് സ്കൂളുകളിൽ സാധിക്കുന്നുണ്ട്. മികച്ച അക്കാദമിക് നിലവാരമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഹൈടെക് സ്കൂളുകളാണ് ഇന്ന് ഈ ഗവൺമെൻറ് സംവിധാനത്തിലുള്ളതെല്ലാം. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു പുളപ്പാട് എന്നൊരു ഗ്രാമത്തിലെ, ഞങ്ങൾ പഠിച്ച ഗ്രാമത്തിലെ സ്കൂളിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, കേരളത്തിൻ്റെ ഒട്ടുമുക്ക ഭാഗങ്ങളിലും ഇതിനേക്കാളും ഡെവലപ്ഡ് ആയിരിക്കും സ്കൂളുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പല രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇച്ചിരി സമയം നമുക്ക് വേണ്ടിയെങ്കിലും സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. സാറിനെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി അറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. 1974 സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്കൂളിലെ സ്ഥലം വിട്ടു നൽകിയത് പ്രഭാകരൻ ചേട്ടൻ, NK പ്രഭാകരൻ മെമ്മോറിയൽ ബ്ലോക്ക് ആണ്. ഇത് ഇവിടുത്തെ ഒരു ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ഈ സ്കൂളിന് വേണ്ടി സ്ഥലം നൽകിയിട്ടുള്ളത് പ്രഭാകരൻ ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ആദരം എന്ന രീതിയിൽ ഈ ഒരു ബ്ലോക്കിന് അങ്ങനെ NK പ്രഭാകരൻ മെമ്മോറിയൽ ബ്ലോക്ക് എന്ന് പേര് കൊടുത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാറില്ല, ഓരോ ആൾക്കാർ, ഓരോ മനുഷ്യരും നമ്മുടെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിനൊരു സ്ഥലം കൊടുത്തു. അന്ന് ആൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പം അവരുടെ മക്കളുടെ കാലത്ത് കാണാൻ പറ്റി ഈ സ്കൂളൊക്കെ വൻ ഡെവലപ്ഡായി ഹൈടെക് നിലവാരത്തിലേക്ക് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കുഞ്ഞു കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇപ്പച്ചതിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ചുരുക്കം സാറിൽ ഒരാളാണ് ഹരിസ് സാറ്. അപ്പം സാറിനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. കാണല്ലേ, അന്ന് കണ്ടു 3 വർഷമായി ഇപ്പം സാറിനെ കണ്ടിട്ട്. 3 വർഷം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ 6 വർഷമായി. അന്ന് കൊറോണ സമയമൊക്കെ ഉണ്ട്, സ്കൂളിലേക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ വന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റം സ്കൂളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അത് കാണുക എന്നുള്ളതാണ്. കാണുന്നതിനപ്പുറം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ വന്ന മാറ്റങ്ങൾ അധ്യാപക മികവിലാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ മാറി വന്നതും കൂടെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ
സ്കൂളിൽ വന്ന് സാറുമാരെ കണ്ടു, ഒരുപാട് സന്തോഷം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ GLP സ്കൂളിലെ സ്കൂളും ഇവിടുത്തെ മാറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടാം. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചർമാരെയും പരിചയപ്പെട്ടോ. ഇത് അടുത്തു സാറിൻ്റെ പേരെന്താണ്? ഞാൻ ജാഫർ മാഷ് എന്നാണ്. ഹരി സാറെ നമ്മൾ പരിചയപ്പെട്ടു. ടീച്ചറുടെ പേര് സുമതി ടീച്ചർ. ഉഷ ടീച്ചറെ നമ്മൾ പരിചയപ്പെട്ടു. ടീച്ചറുടെ പേര് ഷെറീന ടീച്ചർ, ശോഭിത ടീച്ചർ, അഞ്ജലി ടീച്ചർ, സാറിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ ഒരു ഫോട്ടോ കൂടെ എടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടപ്പാടം GLP സ്കൂളിൽ നിന്ന് ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങിയിട്ടോ. നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമായി. നമ്മൾ ചെന്നതിലും നമ്മുടെ സ്കൂളിനെ കുറിച്ചൊക്കെ, ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചതിലൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച്, ഈ ഗവൺമെൻറ് സ്കൂളാണല്ലോ, ഈ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുകയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർമാരും എൻജിനീയർമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖന്മാരെ വരെ ഈ സ്കൂളിൻ്റെ സംഭാവനയുണ്ട്. അതായത് നമ്മുടെ തൃപ്പൂണിത്തറ മുൻ MLA M സ്വരാജ് ഈ സ്കൂളിലാണ് പഠിച്ചത്. ഈ സ്കൂളിൽ നിന്ന് ഞാനൊക്കെ വന്നതുപോലെ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് കാൽനടയായി വന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് M സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയായിരുന്നു, ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ട്, പ്രമുഖരായ ആളുകളെ കൂടി സംഭാവന ചെയ്ത ഒരു വിദ്യാലയമാണ് ഈ ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ പഴക്കമുള്ള, നമ്മളറിയാതെ ചിലപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എത്രയോ വിദ്യാർത്ഥികൾ ഏതൊക്കെ നിലകളിലുണ്ടാവും, ഏതെല്ലാം പൊസിഷനിലുണ്ടാവും നമുക്കറിയില്ല. പക്ഷേ എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇന്ന് ദുബായിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ കൺട്രികളിലൊക്കെ ആണെങ്കിലും നല്ല പൊസിഷനിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പഠിച്ച സ്കൂളാണിത്. ഒരുപാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. അപ്പം അങ്ങനെ പറയേണ്ടതെന്ന് എതിരാ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ പഠിച്ച, ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ പോലും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല ഹൈ എഡ്യൂക്കേഷനിൽ വന്ന് നല്ല ഹൈ പൊസിഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇന്നും ഉള്ളത്. അപ്പോൾ അവരോരോരുത്തരും ഈ വീഡിയോ കാണുമ്പം ഓർക്കുന്നുണ്ടാവും ആ സ്കൂളും ആ സ്കൂളിൻ്റെ ഓർമ്മകളൊക്കെ നമുക്ക് മറക്കാനാവാത്തതാണ്. അത് ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഒരു കുഞ്ഞു സ്കൂളായിരുന്ന സമയത്ത് ആ സ്കൂൾ സംഭാവന ചെയ്ത വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഹൈടെക് ലെവലിൽ നിൽക്കുന്ന സ്കൂളിൽ ഏത് ലെവലിലുള്ള വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യുന്നു നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ എപ്പോഴും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ വിടുക, പൗരബോധമുള്ള നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടാവും, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുവിട്ടെങ്കിൽ മാത്രമേ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നല്ല എഡ്യൂക്കേഷൻ്റെ കൂടെ നല്ലൊരു പൗരനെ വാർത്തെടുക്കാനുള്ള ഒരു പ്രത്യേകത കൂടി, സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല മനുഷ്യരെ കൂടി വാർത്തെടുക്കാൻ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു മടിയും കൂടാതെ പൊതുവിദ്യാലയങ്ങളിൽ വിടാം. അവിടെ വിട്ടാൽ കുട്ടികൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. വാരിക്കൂട്ടുന്ന A+കൾക്കപ്പുറം ഒരു ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥിയെ കൂടി ഗവൺമെൻറ് വിദ്യാലയങ്ങൾ നമുക്ക് തരും. അപ്പോൾ സുമിയാണെങ്കിലും ഒക്കെ പഠിച്ചിറങ്ങി വന്നത് ഒരു ഗവൺമെൻറ് വിദ്യാലയം നിന്ന് BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ് സുമി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയണല്ലോ. അപ്പോൾ അത്രയും നല്ല കുട്ടികളെ വളർത്തിയത്. ഇപ്പോൾ ഹോമിയോ ഡോക്ടർ ഉണ്ട്, അവിടെ മുണ്ടേരി സ്കൂളിൽ പഠിച്ചതാണ്, സുമിയുടെ കൂടെ പഠിച്ചതാണ്. ഇന്ന് ഹോമിയോ ഡോക്ടറാണ് അല്ലേ? ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അല്ലാത്ത MBBS ഡോക്ടേഴ്സ് ഒക്കെ ഈ ഗവൺമെൻറ് വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതൊരു പ്രമോഷനായിട്ട് തന്നെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. നമ്മുടെ വിദ്യാലയങ്ങളെ, നമ്മുടെ പൊതു സ്ഥാപനങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അഭിമാനത്തോടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. കാരണം പ്രൊമോട്ട് ചെയ്യേണ്ടതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണം. നമ്മൾ ഇന്ന് പലരും വിചാരിക്കാത്തതിനപ്പുറം പണ്ടത്തെ ഗവൺമെൻറ് സ്കൂൾ എന്നുള്ള ചിന്താഗതിയിൽ, പണ്ടത്തെ ഗവൺമെൻറ് സ്കൂൾ മോശമാണെന്നല്ല, പണ്ടത്തെ ഗവൺമെൻറ് സ്കൂളിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നത്തെ സ്കൂളും നല്ലതായിരുന്നു. പുതിയ ടെക്നോളജിയിലേക്ക് വരിക, ഒരുപാട് മാറ്റങ്ങൾ സ്കൂളുകൾ നമ്മൾ നേരിട്ട് കണ്ടു. അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വന്ന മാറ്റങ്ങളാണ്, ഞങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ വന്ന മാറ്റങ്ങളാണ് കാണിച്ചത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.